ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടുണ്ടല്ലോ. കാണും. 255 പേജുള്ള റിപ്പോർട്ടാണ്. വായിക്കും, പ്രതികരിക്കും. FCC ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിലെന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം. ഞങ്ങളും വായിച്ചിട്ടില്ല, ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. ഞങ്ങൾ 4 കൊല്ലമായി ചോദിക്കുന്നതാണ്, ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത്. കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യും. മുതൽ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന അർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിയോ? ബേസിക്കലി ഞെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരയും നീരുമാണ്, ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ്. സോ ഒരുപാട് സന്തോഷമുണ്ട്. റീമേക്ക് കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല, ഞങ്ങളും ചോദിക്കുന്നുണ്ട്. പിന്നിപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. എന്തുകൊണ്ട് ഇവർ ഉന്നതരുടെ പേര് പറയുന്നില്ല? ആരെയാണ് ഇവർ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആരുടെ പേരാണ് ഇവർ സ്ത്രീകൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവർ ഉന്നതരുണ്ട്, പല നടന്മാരും ഉണ്ടെന്ന് പറയാതെ അവരുടെ പേര് പുറത്ത് പറയട്ടെ. ആ പേര് പുറത്ത് പറയുമ്പോൾ തന്നെ പിന്നീട് ആരും അത് മുന്നോട്ട് ചെയ്യാൻ ധൈര്യം കാണിക്കില്ല. അവിടെ തന്നെ സ്ത്രീകൾ സുരക്ഷിതരായി. അപ്പോൾ പേര് പറയാതെ ഇന്നാളുണ്ട് ഇന്നാളെന്ന് നമുക്ക് ആരെയും സംശയിക്കാം. ചിലപ്പോൾ നമ്മളോട് ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന ഒരാളെ ആയിരിക്കും മറ്റൊരാൾ സംശയിക്കുന്നത്. അപ്പോൾ പേര് പറയാത്തടത്തോളം കാലം ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതൊരു സിറ്റുവേഷൻ, ഇപ്പോൾ സിനിമയെന്നല്ല, ഏതൊരു ഇൻഡസ്ട്രി, ഇപ്പോൾ എവിടെ വർക്ക് ചെയ്താലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാം. നമ്മൾ പേഴ്സണലി അതിനോട് എങ്ങനെ തിരിച്ച് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും. അതിപ്പോൾ നമ്മളൊരു ബസ്സിൽ ഒരാൾ നമ്മളെ ശല്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യില്ലേ? അല്ലാത്തൊരു വർക്ക് സ്പേസിൽ നമ്മളൊരാൾ ശല്യം ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്തില്ലേ? ആ ഒരു ധൈര്യം, അവസരങ്ങൾ അല്ലെങ്കിൽ എന്ത് വരട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പരിധിവരെ അതൊന്നും നമുക്ക് മാറ്റാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ എനിക്ക് പേഴ്സണലി അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഇതുവരെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒരുപാട് പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനത്തിലൊരു അനുഭവം ഉണ്ടായിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് സിനിമയിൽ റൈറ്ററാണ്. എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. എനിക്ക് മറ്റേത് ഇൻഡസ്ട്രിയും പോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രിയും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ കുറേ നാൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ വർക്ക് സ്പേസ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പോൾ ഇവൻറ്റ്സ് ആണ് ചെയ്യുന്നത്. അവിടെയും രാത്രി പോകണം, വെളുപ്പിനെ വരെ ഇവൻറ്റ്സ് തീർന്നിടം വരെ നിൽക്കണം. ഞാൻ സീരിയൽ വർക്ക് ചെയ്തിട്ടുണ്ട്, സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പാരൻസിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകുന്നത് ആവശ്യമെങ്കിൽ കൊണ്ടുപോകുന്നതിനോട് എനിക്ക് എതിർപ്പൊന്നും. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് രാത്രി ഒരു ഇവൻറ്റ്സിന് പോവുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ എൻ്റെ അമ്മേനെ കൂടെ കൊണ്ടുപോകുന്നിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെയോ അല്ലെങ്കിൽ സിബ്ലിങ്സിനെയോ ഒന്നും കൂടെ കൊണ്ടുപോകാൻ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാത്തിലും ഉപരി നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് ഒരു പരിധി വരെ റിയാക്ട് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ സുരക്ഷിതമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുണ്ടാവും, എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട്